ഇപ്പോൾ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ച് മുസ്ലിം ലീഗ്. ഇന്നലെ ചേർന്ന UDF ഏകോപന സമിതി യോഗത്തിൽ ഈ ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചു. എന്നാൽ ആവശ്യത്തിൽ ഇനിയും തീരുമാനം കൈക്കൊള്ളാൻ മുന്നണി നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ഈ മാസം 14 ചേരുന്ന നേതൃയോഗത്തിൽ സമവായമുണ്ടാക്കാനാണ് ശ്രമം. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഒരു ഫോർമുലയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ചർച്ചകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അഭിലാഷ്, നമുക്കറിയാം മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് മുതൽ കോൺഗ്രസ് അതിനോട് സ്വീകരിക്കുന്ന ഒരു സമീപനം സമവായത്തിലൂടെ ചർച്ചകളിലൂടെ ഇത് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്ന തരത്തിലേക്കാണ്. എന്നാൽ മുസ്ലിം ലീഗ് ആവട്ടെ മുൻപെല്ലാം ഉണ്ടായ അനുഭവം ഇനി ആവർത്തിക്കാനാകില്ല എന്നൊരു കടുത്ത നിലപാടിലാണുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി തന്നെ ശക്തമായ ഭാഷയിൽ മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ പാർട്ടി നിലപാട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. അതുപോലെ തന്നെ പാർട്ടിയുടെ താഴെ തട്ട് മുതൽ ഈ ഒരു വികാരം തന്നെയാണ് പാർട്ടിക്കുള്ളത്. മൂന്നാം സീറ്റ് ലീഗിന് അവകാശപ്പെട്ടതാണ്, അത് നേടിയെടുക്കുക തന്നെ വേണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന മുസ്ലിം ലീഗ് MLA-മാരുടെ യോഗത്തിലും മലപ്പുറത്ത് ചേർന്ന നേതൃയോഗത്തിലുമൊക്കെ ഈ ഒരു ആവശ്യം അതേപടി ഉയരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ മൂന്നാം സീറ്റ് നേടിയെടുത്തേ തീരൂ. കാരണം എല്ലാ തവണയും ലീഗിന് അർഹതയുണ്ടെങ്കിലും രാഷ്ട്രീയ സാഹചര്യത്താൽ മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് അത് ഞങ്ങൾക്ക് നൽകാനാകില്ല എന്ന് കോൺഗ്രസ് പറയുകയും ലീഗ് അത് അംഗീകരിക്കുകയും ലീഗിൻ്റെ UDF-ന്റെ ഒപ്പമുള്ള സാന്നിധ്യം വലിയ വിലപ്പെട്ടതാണെന്നും അതുപോലെ തന്നെ ആ ഒരു സാഹചര്യത്തിൽ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുവെന്നും പറഞ്ഞ് ഇത് ലീഗിന് കൊടുക്കാതെ ഇത് കോംപ്രമൈസ് ചെയ്യുന്ന തരത്തിലാണ് എല്ലാ തവണയും പോകുന്നത്. ഇത്തവണ അങ്ങനെ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. മുസ്ലിം ലീഗിന്റെ മുൻപിലുള്ള ഉദ്ദേശം സുധാകരൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ കണ്ണൂരിൽ ഒഴിവ് വരുന്ന ആ സീറ്റ് തന്നെയാണ്. കണ്ണൂരാണെങ്കിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമല്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തലുള്ളത്. ലീഗിന്റെ വോട്ട് ബാങ്ക് ഉള്ള മേഖലകളാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ സീറ്റ് ലഭിച്ചാൽ മത്സരിച്ച് ജയിക്കാം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ലീഗ് നേതൃത്വത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസുമായുള്ള ഇനിയുള്ള ചർച്ചകളിലും ഇതേ നിലപാട് തന്നെയാകും ലീഗ് നേതൃത്വം വ്യക്തം. അവിടെ ഈ അനുമോദ്, നേരത്തെ തന്നെ K മുരളീധരനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് 3 സീറ്റിന് അർഹതയുണ്ട് ലീഗിന് എന്നാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് അറിയാമല്ലോ. ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ അയോധ്യ പോലെയുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായി നിൽക്കുന്ന പശ്ചാത്തലം, അതിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കാൻ വൈകിയതിൽ ഉള്ള വിമർശനം. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എവിടെയൊക്കെ ലീഗിനെ ഒപ്പം നിർത്താൻ അവസരം ലഭിക്കുന്നുണ്ടോ അതിനെല്ലാം ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPIM ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ലീഗിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ, മുന്നണിക്കുള്ളിൽ തന്നെ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ലേ? അത് ആ ഒരു പ്രതിസന്ധിയെ കോൺഗ്രസിനെ എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക? തീർച്ചയായും അതുതന്നെയാണ് ലീഗിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഞങ്ങൾ UDF-ൽ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു. ഈ രാമക്ഷേത്രം പോലെ വൈകാരികമായ ഒരു വിഷയം വന്നിട്ട് പോലും ഞങ്ങൾ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടിലേക്ക് പോയിട്ടില്ല, അത്തരത്തിൽ പരസ്യമായ ഒരു കാര്യത്തിലേക്ക് ചെന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇത്രയും എല്ലാം സഹിച്ച് ചെയ്യുമ്പോൾ കോൺഗ്രസ് ഈ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ എന്ന ഒരു ശക്തമായ നിലപാട്. മുൻപൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രമാത്രം ലീഗിന് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. മുൻപ് ഇടതുപക്ഷം ലീഗിനോട് ഇത്ര അടുപ്പം കാണിക്കുകയും അവരുടെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നാൽ നന്നാകുമെന്ന് പറയാതെ പറയുന്ന ഒരു സാഹചര്യം ഒന്നും മുൻപ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ സമീപനം മാറുന്നതാണ് ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസിന് മുൻപിൽ വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മർദ്ദതന്ത്രം. ആ തരത്തിലേക്ക് തന്നെയാണ് ലീഗിന്റെ ശ്രമങ്ങൾ ഉള്ളത്. ഒപ്പം തന്നെ രാമക്ഷേത്ര വിഷയത്തിലാകട്ടെ മറ്റ് സമീപകാല സംഭവവികാസങ്ങളിലാകട്ടെ കോൺഗ്രസിനെ ഞങ്ങൾ ഒരിക്കലും മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് കൂടുതൽ സമ്മർദ്ദപ്പെടുത്തിയിട്ടില്ല, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് എന്ന കാര്യം പറയാതെ പറയുകയും, എന്നാൽ ഞങ്ങൾക്ക് ഇത്രയും ശക്തിയുള്ള ഞങ്ങൾക്ക് മൂന്നാം സീറ്റ് എന്നത് തരേണ്ടത് മുന്നണിയുടെ ഒരു മര്യാദയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട് ഇതിൽ. അത്തരത്തിൽ ഞങ്ങൾക്കത് സ്വാഭാവികമായിട്ട് ലഭിക്കേണ്ടതാണ് എന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ് ലീഗ് ഈ ഒരു ചർച്ചകളിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ലീഗിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.
മുൻപൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് പലരും അത്തരത്തിൽ സഹകരിച്ചു പോകാം, വിട്ടുവീഴ്ച ചെയ്യാവുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ ലീഗിന്റെ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ ഒരേ നിലപാട് തന്നെയാണ് ഉള്ളത് എന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ സമവായ ചർച്ചകൾ, സീറ്റ് വിഭജനം UDF-നെ സംബന്ധിച്ച് ലീഗിന്റെ കാര്യത്തിൽ അല്പം തലവേദന ഉണ്ടാക്കുന്നത് തന്നെയാകും. 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് ലീഗ് പിന്നോക്കം പോവില്ല എന്ന് തന്നെയാണ് സൂചന. ഇതിനെങ്ങനെ കോൺഗ്രസ് മറികടക്കും, ഏത് തരത്തിലായിരിക്കും ഈ ഒരു സെറ്റിൽമെന്റ് ഫോർമുല കോൺഗ്രസ് ഇവർക്ക് മുമ്പിൽ വയ്ക്കുക എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3 സീറ്റ് എന്ന അവകാശവാദവുമായി ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. പ്രത്യേകിച്ച് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ മത്സരിക്കാനും ഒരുക്കമാണ് എന്നുള്ളതാണ്. മറ്റൊരു സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആലപ്പുഴയിൽ എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മറ്റു മണ്ഡലങ്ങളിലൊന്നും കാര്യമായ മാറ്റം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകില്ല എന്നുകൂടി വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ലീഗ് നിലപാട് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.